മാസപ്പടി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ സൂക്ഷ്മ പരിശോധന ഇന്നു മുതൽ ആരംഭിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സമൻസ് അയക്കും. പരിശോധന നടത്തുന്നത് വിചാരണ കോടതിയാണ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, വിവരങ്ങൾ. നിലവിൽ വിചാരണ കോടതിയാണ് ഇപ്പോൾ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്, മാസപ്പടി കേസ് ഇപ്പോൾ ഉള്ളത്. പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജായ അഡീഷണൽ സെക്ഷൻ 7 നമ്പർ കോടതിക്കാണ് ഈ റിപ്പോർട്ട് ഇന്നലെ കൈമാറിയത്. ഇന്നു മുതൽ ഒരു സൂക്ഷ്മ പരിശോധനയാണ് ഈ കേസിനുണ്ടാകാൻ പോകുന്നത്. എസ് എഫ് ഐ നൽകിയ രേഖകൾ കൃത്യമായി പരിശോധിക്കും, ഡോക്യുമെന്റുകൾ പരിശോധിക്കും. കൃത്യമായ രീതിയിൽ തന്നെ ഒരു ക്രോസ് ചെക്കിങ്ങിന് ശേഷമാണ് ഇനി സമൻസ് അയക്കുക. ഈ സമൻസ് നടപടിക്ക് ശേഷമായിരിക്കും ഇനി വിചാരണയിലേക്കൊക്കെ ഈ കേസ് കടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ വീണ തൈക്കണ്ടിയും ശശീന്ദ്രൻ കർത്ത എന്നിവർക്കായിരിക്കും സമൻസ് അയക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ പകർപ്പും ഈ സമയത്ത് ഇവർക്ക് നൽകുന്നതാണ്. ഈ പകർപ്പ് വെച്ച് ഇവർക്ക് മേൽക്കോടതിയെ സമർപ്പിക്കാൻ കഴിയും. അതിനുശേഷമായിരിക്കും ഈ സമൻസ് അയച്ചതിന് ശേഷമായിരിക്കും വീണ്ടും ഒരു വിചാരണ സെക്ഷനിലേക്ക് പോകുന്നത്. എസ് ചില ഗുരുതരമായ അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ ഏറ്റവും നിർണായകമായ സംഭവങ്ങളാണ് ഈ കേസിനെ വീണ്ടും തുടർന്ന് കൊണ്ടുപോകുന്നത് വേണം പറയാൻ കഴിയുന്നത്. ഈ കുറ്റപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. 182 കോടി രൂപയുടെ ഒരു കണക്കുകളാണ് ഈ ശശീന്ദ്രൻ കർത്തയുടെ ഡയറിയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കളടക്കമുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായികളടക്കമുള്ളവരുണ്ട്. ആ ഒരു പേരിലാണ് ഈ വീണ കൈക്കുട്ടിയുടെ പേര് നിലവിൽ വന്നിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശീന്ദ്രൻ കർത്തയും ഭാര്യയും എംപവർ ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ വീണ കൈക്കണ്ടിയും അതോടൊപ്പം തന്നെ ഈ എക്സാലൻസി കമ്പനിയിലെ മറ്റ് ഡയറക്ടർമാരും മറ്റ് അംഗങ്ങളും ഉൾപ്പെടെ 9 പേരാണ് ഈ കേസിലെ നിലവിലെ പ്രതികൾ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇവർക്ക് 10 വർഷത്തെ ഒരു തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. കമ്പനി നിയമത്തിലെ 447 വകുപ്പ് പ്രകാരം ഇവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി കേസുകളെ മുൻനിർത്തി ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന്റെ തലത്തിലാണ് എസ്.എഫ്.ഐയുടെ ഒരു അന്വേഷണം പോവുകയും ഈ പ്രതിപട്ടികയിൽ വീണ വിജയൻ അടക്കമുള്ളവർ എത്തുകയും കേന്ദ്ര ഏജൻസികൾ മറ്റ് കേന്ദ്ര ഏജൻസികളെല്ലാം ഒരു അന്വേഷണം നടത്തിയിട്ട് പോലും എസ്.എഫ്.ഐയുടെ ഒരു കണ്ടെത്തലുകളിലാണ് ഈ 2.7 കോടി രൂപയുടെ ഒരു വ്യാജമായ രീതിയിൽ അല്ലെങ്കിൽ സേവനമൊന്നും കൈപ്പറ്റാത്ത രീതിയിൽ കൃത്യമായ രീതിയിൽ ഒരു ഔദ്യോഗിക രീതിയിലല്ലാതെ ഒരു പണം വീണ തൈക്കണ്ടിയുടെ അക്കൗണ്ടിലേക്ക് വന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എംപവർ ഇന്ത്യയുടെയും അതോടൊപ്പം തന്നെ CMRN കമ്പനിയിൽ നിന്നുമാണ് എക്സാലൻസിലേക്ക് ഈ പൈസ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീണ തൈക്കണ്ടിയിലേക്ക് ഈ കേസ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൻ വീണയ്ക്കെതിരെ എന്ത് തലവേദനയിൽ തന്നെ മാറും. കാരണം വീണയിൽ കൂടുതലായൊരു ചോദ്യം ഉന്നയിച്ച മറ്റ് ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ട് എന്നൊരു കാര്യത്തിൽ കൂടെ വ്യക്തമായൊരു ഉത്തരം ലഭിക്കുന്നുണ്ട്. ശരി, രേണുകയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.